ഇതുപോലെയുള്ള ഇസ്ലാമിക് ഹാമ്പേഴ്സ് പർച്ചേസ് ചെയ്തവരാകാം, അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യുന്നവരാകാം. രണ്ടായാലും രണ്ടു കൂട്ടരും ചെയ്യുന്നത് വലിയ തെറ്റാണെന്നറിയാമോ? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈ വീഡിയോ കണ്ടില്ലേ? ഇതുപോലെ ഇപ്പോൾ ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുക, ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ഖുർആൻ, അതുപോലെ മുസല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അത് വളരെ നല്ല കാര്യമാണ്. ഗിഫ്റ്റ് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരിക, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് നമുക്കൊരുപാട് സന്തോഷം ഉള്ളൊരു സംഭവമാണത് അല്ലേ. പക്ഷേ നമ്മളതിൽ ചില സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. അപ്പോൾ അതിലാണ് ഈ ഉസ്താദ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ബിസിനസ്, ഈ ഒരു ഖുർആൻ ഹാമ്പർ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുക, ഇതൊരു ഭയങ്കര ഒരു നല്ല സംഭവമാണ്. കാരണം ഏറ്റവും പരിശുദ്ധമായ ഖുർആൻ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആയിക്കോട്ടെ വാങ്ങുമ്പോൾ ആയിക്കോട്ടെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നവരാണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതൊരു ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ്. അതിനെക്കുറിച്ചാണ് ഈ ഉസ്താദ് പറയുന്നത്. ഉസ്താദ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം. ചെയ്തവരാകാം, അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യുന്നവരാകാം. രണ്ടായാലും രണ്ടു കൂട്ടരും ചെയ്യുന്നത് വലിയ തെറ്റാണെന്നറിയാമോ? പരിശുദ്ധ ഖുർആൻ ഏറെ ബഹുമാനിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ കലാമാണ്. വുദൂ ഇല്ലാതെ അതിൽ സ്പർശിക്കാനോ തൊടാനോ ചുമക്കാനോ പാടുള്ളതല്ല. എല്ലാ പുസ്തകങ്ങളെക്കാളും ഏറ്റവും മുകളിലാണ് പരിശുദ്ധ ഖുർആൻ വെക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ ഖുർആനിക് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുന്നവരും ഓർഡർ ചെയ്യുന്നവരും അത് ഡെലിവറി ചെയ്യുന്നവരും ഈ റെസ്പെക്റ്റുകളൊന്നും പരിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം. അശ്രദ്ധ മൂലം 3 ഭീമാബദ്ധങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നാമത്തേത്, ഇത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ആളുകൾ വുദൂയോടുകൂടി ആയിരിക്കാം ചിലപ്പോൾ ചെയ്യുന്നത്. എന്നാൽ ഇത് കൊറിയർ അയക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വുദൂ ഉണ്ടാവുകയില്ല. അത് ഓർഡർ ചെയ്ത് കൈപ്പറ്റുന്നവരും ഈ കാര്യം ശ്രദ്ധിക്കണമെന്നില്ല. രണ്ടാമത്തേത്, കൊറിയറായും പാർസലായും ഖുർആൻ അയക്കുമ്പോൾ അവരത് നോർമൽ കൊറിയറുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ വലിച്ചെറിയുകയും അലക്ഷ്യമായിടുകയും ചെയ്യും. കാരണം ഇതിനകത്തുള്ളത് ഖുർആനാണെന്ന് അവർക്കറിയില്ലല്ലോ. ഇനി അറിഞ്ഞാലും പലർക്കും അത് വിഷയമാകില്ല. മൂന്നാമത്തേത്, ഇതുപോലെ ഖുർആൻ ബഹുമാനിക്കപ്പെടാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഓർഡർ ചെയ്യുന്നവരും അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരാകുന്നു എന്നതാണ്. ഇതാണ് ഈ ഉസ്താദ് പറയുന്നത്. ഇതൊരു ഗൗരവമേറിയ ഒരു സംഭവം തന്നെയാണ് ഉസ്താദ് ചൂണ്ടിക്കാണിച്ചത് കേട്ടോ. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയൊരു സംഭവമാണിത്. ഇങ്ങനെ ഒരു ബിസിനസ് ട്രെൻഡായൊരു സമയത്ത് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഇതുപോലെയുള്ള ഗിഫ്റ്റ് അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ ഖുർആൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും പോകരുത്. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ ഡെലിവറി അയക്കണ്ട, അത് അവർക്ക് കയ്യിൽ തന്നെ നേരിട്ട് കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അടുത്തുള്ളവർ മാത്രം ഖുർആൻ ഓർഡർ ചെയ്യുക. ഇത് എത്രത്തോളം സക്സസ് ആവുന്നില്ല എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുകയും ഇതൊക്കെ ചെയ്യേണ്ട ഈ ഒരു ഖുർആൻ എങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് എല്ലാ സ്ഥലത്തും കിട്ടുമല്ലോ ഇതുപോലെ ഗിഫ്റ്റ് വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിൽ ഏറ്റവും അടുത്തുള്ളവരിൽ നിന്ന് ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്കത് പോയി വാങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉസ്താദ് പറയുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല, ഗൗരവമേറിയ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ കൊറിയറും ഇതൊക്കെ അയക്കുമ്പോൾ അവർ വലിച്ചെറിഞ്ഞിട്ടും നിലത്ത് വെച്ചിട്ടും അങ്ങനെ പല രീതിയിലാണ് ഈ കൊറിയർ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഖുർആനെ ആക്കുമ്പോൾ അതിലുള്ള തെറ്റും നമുക്കും വരും. ഇത് സെയിൽ ചെയ്യുന്നവരാണെങ്കിലും ശരി വാങ്ങുന്നവരാണെങ്കിലും ശരി. അപ്പോൾ ഇതില്ലാതാക്കാനുള്ള ഒരേ ഒരു മാർഗം ഡെലിവറി അയക്കാതെ നേരിട്ട് കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ പോയി വാങ്ങുക. ഇത് തന്നെ ഉള്ളൂ. എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നവർ. അപ്പോൾ നമ്മളിൽ ഏറ്റവും അടുത്ത ആരാണോ ഉള്ളത് അവരിൽ നിന്ന് നമ്മൾ ഈ ഗിഫ്റ്റ് വാങ്ങുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ അശ്രദ്ധ മൂലം നമുക്ക് വലിയ വലിയ തെറ്റുകളിൽ ചെയ്ത പോലെയാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.